ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ നോക്കുന്നത് വിൻഡ് ബ്രേക്കർ എന്ന ജാപ്പനീസ് അനിമേ TV സീരീസിന്റെ സീസൺ 1 7ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് നമ്മൾ എന്തെങ്കിലും നമ്മുടെ വീഡിയോയിൽ അപ്ഗ്രേഡ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ ഇനിയും നമ്മുടെ വീഡിയോസ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ എന്തായാലും ഒട്ടും സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു ദിവസം അടികൊണ്ട് താഴെ കിടക്കുന്ന ഒരുത്തിനെ നോക്കി അവന്റെ അടുത്തോട്ട് പോവാണ് ജോ അവനെ തന്നെ നോക്കുന്ന സമയത്താണ് ഹേ ജോ അടുത്തത് നീയാ എന്നൊരു ശബ്ദം കേൾക്കുന്നത്. സോ ടോമിയാമ്മ ആയിരുന്നു അത്. ടോഗമി, നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നേ? അടുത്തത് നീയാ എന്ന് ടോമിയാമ്മ അവനോട് പറയുന്നു. സോ സാക്കുറയും ടോഗമിയും തമ്മിലുള്ള ഫൈറ്റ് ആരംഭിക്കാനുള്ള സമയമായി. ഷിഷിറ്റോറിയനിലെ എല്ലാവരും ടോഗമിയെ ചിറപ്പ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. സാക്കുറ കെയർഫുൾ ആയിട്ടിരിക്കടാ എന്ന് പറയുവാണ് നേരിൻ. സാക്കുറ ചാവല്ലടാ, ഇവിടെ ഇരിക്കുന്ന ഞങ്ങൾ എല്ലാവരും നിന്നെയാണ് വിശ്വസിക്കുന്നത് എന്ന് സുവോയും ഉമ്മയും പറയുന്നു. രണ്ടുപേരും നന്നായിട്ട് എന്നെ സംസാരിക്കുക എന്ന് പറയാണ് ഉമ്മി. ഫൈറ്റ് എന്ന് പറയുന്നത് ഒരു കോൺവെർസേഷൻ പോലെയാണ്. നിങ്ങളുടെ ഫിസ്റ്റ് ആണ് അതിലെ ലാംഗ്വേജ് എന്ന് ഉമ്മയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നെ കൊണ്ട് അത് ചെയ്യാൻ പറ്റുമോ? ശരിക്കും എന്റെ കൈ ഒരു ലാംഗ്വേജ് ആയിട്ടിരിക്കുവോ? ശരി, എന്തായാലും ഇപ്പൊ ഇനി ഒന്നിനെ പറ്റി ആലോചിച്ചിട്ട് കാര്യമില്ല എന്ന് സാക്കുറ ചിന്തിക്കുന്നു. ഒരുപാടധികം ഫാസ്റ്റ് ആയിട്ടിരിക്കല്ലേ, വളരെയധികം എൻജോയ് ചെയ്ത് സ്ലോലി നമുക്ക് ഈ ഫൈറ്റ് നടത്താം എന്ന് ടോഗമി അവനോട് പറയുന്നു. ശരി, എന്ത് പറയുന്നു? ആരംഭിക്കലാമാ എന്ന് പറഞ്ഞ അവന്റെ ഗ്ലാസ് എടുത്ത് വലിച്ചെറിയുന്നു. സാക്കുറ ഇപ്പോ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പൊസിഷനിൽ നിൽക്കുവാണ്. ടോഗമിയും ഇത് കണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു പോസ്റ്റിൽ നിൽക്കുന്നു. കുറച്ചുനേരം അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നിൽക്കുന്നു. പെട്ടെന്നാണ് സാക്കുറ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്നാൽ പെട്ടെന്ന് തന്നെ ടോഗമി അവനെ തൂക്കിയെടുത്ത് താഴെ വലിച്ചിടുന്നു. താഴെ കിടക്കുന്ന അവന്റെ മോന്തക്കെട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന സമയത്താണ് സാക്കുറ അവന്റെ കൈ ഉപയോഗിച്ച് അവനെ തട്ടി മാറ്റുന്നത്. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് സാക്കുറ വീണ്ടും പൊസിഷനിൽ നിൽക്കുവാണ്. സാക്കുറ, നീ വളരെ സ്ട്രോങ് ആണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഷിഷിറ്റോറിയനിലിരിക്കുന്ന എല്ലാ വൈൽഡ് അനിമൽസിനെയും കൺട്രോളിൽ വെച്ചിരിക്കുന്ന ഈ ടോഗമിയെ നീ നിസ്സാരമായിട്ട് കാണരുത് എന്ന് ഹിറാക്കി മനസ്സിൽ പറയുന്നു. സ്ലോ ആയിട്ട് ഫൈറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് നീ വളരെയധികം ഫാസ്റ്റ് ആണല്ലോ. ഇതേ നിനക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്ന് പറഞ്ഞ് വളരെ സ്പീഡിൽ വന്ന് സാക്കുറെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ് ജോ. ഓരോ പ്രാവശ്യവും അവൻ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കുവാണ് സാക്കുറ. എല്ലാത്തിൽ നിന്നും ഇവൻ എന്താ ഒഴിഞ്ഞു മാറുന്നേ എന്ന് പറഞ്ഞ് നോക്കി നിൽക്കുവാണ് നേരിൻ. ജോജിയും ടോഗമിയും ആണ് ഷിഷിറ്റോറിയലിൽ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളവർ. സോ ഇതിനു മുൻപ് നടന്ന ഫൈറ്റ് പോലെ ആയിരിക്കില്ല ഇത് എന്ന് ഉമ്മേമി അവരോട് പറയുന്നു. ഇതേ സമയം ഒരുപാട് നേരം ഒഴിഞ്ഞു മാറിയ സാക്കുറ പെട്ടെന്ന് തന്നെ ടോഗമിയുടെ തലക്കിട്ടൊന്നും കൊടുക്കുന്നു. അവൻ താഴെ വീഴാൻ പോകുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ അവൻ എഴുന്നേക്കുന്നു. സാക്കുറയുടെ അടിയിൽ അവന്റെ തലക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് കാര്യമാക്കാതെ പെട്ടെന്ന് തന്നെ സാക്കുറയുടെ കാല് പിടിച്ച് അവനെ നിലത്തടിക്കുവാണ് ടോഗമിയ. അവനെ പെക്കോലോടാന്നും പറഞ്ഞ് ചവിട്ടാൻ വേണ്ടി പോവാണ് ടോഗമി. എന്നാൽ ജസ്റ്റ് മിസ്സിന് സാക്കുറ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. ആ ടണലിൽ വെച്ച് നീ എന്നെ പറ്റി പറഞ്ഞതോ എനിക്ക് ഒരുപാടധികം ഇറിറ്റേറ്റായി. ഇനി എന്നെ പറ്റി പറയാൻ നീ വാ തുറക്കരുത് എന്ന് പറഞ്ഞ് ടോഗമിയ അവന്റെ തല പിടിച്ച് നിലത്ത് ഒറ്റയടി അങ്ങ് അടിക്കുന്നു. സോ സാക്കുറയെ അടിച്ചിട്ടത് കണ്ട് എല്ലാവരും വളരെ നല്ല രീതിയിൽ അവനെ ചീറപ്പിക്കുന്നു. ടോഗമിയ 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 എന്ന് പറഞ്ഞ് ചീറപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടോമിയാമ്മ. ഒരടിയിൽ തന്നെ നിന്റെ ബോധം പോയോ? ഇത്രയും വീക്കായിട്ടുള്ള നീ നിന്റെ ഈ വായം വെച്ച് എന്തും പറയാന്ന് വിചാരിക്കരുത്. കയ്യിൽ പവറുള്ള ആളുകൾ വേണം അങ്ങനെയൊക്കെ പറയാൻ. താഴെ വീണ് പൊട്ടിപ്പോയ ഒരു മണി എങ്ങനെയായിരിക്കും നിശബ്ദമായിരിക്കുന്നത്, അതുപോലെ നീയും മിണ്ടാണ്ടിരിക്കണം എന്ന് ടോഗമി അവനോട് പറയുന്നു. പെട്ടെന്ന് തന്നെ സാക്കുറ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവൻ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. അവന്റെ കൈ പിടിച്ച് തിരിച്ച് എങ്ങനെയൊക്കെ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാണ് സാക്കുറ. നീ പറഞ്ഞത് ശരിയാ, പവർഫുൾ ആയിട്ടുള്ളവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. എന്നാൽ എന്റെ മുമ്പിൽ നീ ആരാണെന്നറിയോ? നിന്നെ പോലെയുള്ള ആളുകളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല. ഞാൻ ചത്താലും ശരി, ഒരിക്കലും ഞാൻ നിന്റെ മുമ്പിൽ തോറ്റു പോവില്ല എന്ന് പറഞ്ഞ് സാക്കുറ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നു. സോ ടോഗമിയെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാക്കുറ. അവൻ മുൻപുണ്ടതിനേക്കാൾ വളരെയധികം സ്പീഡായല്ലോ എന്ന് ഷിഷിറ്റോറിയൽ ആളുകൾ അവനെ കണ്ട് പറയുന്നു. സാക്കുറ സ്ട്രോങ് ആണെന്ന് എനിക്കറിയാം, പക്ഷെ ഇത്രയും സ്ട്രോങ് ആണെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന് നേരിൻ അവനെ കണ്ട് പറയുന്നു. എന്റെ മുമ്പിൽ നീ തോറ്റുപോയാ നീ പറഞ്ഞതെല്ലാം തെറ്റാണെന്ന് നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഡിലൂഷൻ ലോജിക് വെച്ച് നോക്കുമ്പോ തോറ്റുപോയവരും വീക്കായിട്ടുള്ളവരല്ലേ എന്ന് പറഞ്ഞ സാക്കുറ കറങ്ങി വന്ന് അവന്റെ മോന്ത കിട്ടുന്നു കൊടുക്കുന്നു. സോ തെറിച്ചുപോയ ടോഗമിയ ഓവറായിട്ട് സംസാരിക്കലടാ എന്ന് പറഞ്ഞ ചാടി വന്ന് സാക്കുറ ഒറ്റ ചവിട്ട് അങ്ങ് ചവിട്ടുന്നു. അങ്ങനെ ഒരു അടി സാക്കുറ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. തെറിച്ചു വീണ സാക്കുറയ്ക്ക് എഴുന്നേക്കാൻ പറ്റുന്നില്ല. എന്റെ ഡിവിഷൻ ഓഫ് പവറെ പറ്റി നീ സംസാരിക്കുന്നോ? ഷിഷിറ്റോറിനെ പറ്റി എന്തറിയും നിനക്ക്? ഓരോരുത്തരും സ്ട്രോങ് ആവാൻ വേണ്ടി അവരുടെ ലിമിറ്റിനെയും ക്രോസ് ചെയ്ത് കൂടുതൽ സ്ട്രോങ് ആവാൻ ശ്രമിക്കുന്നു. നിങ്ങളെപ്പോലെ സ്വയം സൂപ്പർ ഹീറോസ് ആണെന്ന് പറഞ്ഞ് നടക്കുന്നവരെക്കാൾ എത്രയോ ഭേദമാണ് ഞങ്ങളുടെ ഡിവോഷൻ ഓഫ് പവർ എന്ന് പറഞ്ഞ സാക്കുറയെ ചവിട്ടുവാണ് ടോഗമി. നീ ചെയ്യുന്നതൊന്നും ഡിവോഷൻ ഓഫ് പവർ അല്ല, ജസ്റ്റ് നിങ്ങളുടെ പേരൊന്ന് മാറ്റിക്കോ. ബുള്ളിങ്സ് ഓഫ് പവർ. വീക്കായിട്ടുള്ളവരെ അറ്റാക്ക് ചെയ്യുന്നതും ബോധമില്ലാത്തവരെ അടിക്കുന്നവരുമായിട്ടുള്ള നിങ്ങളെ പോലെയുള്ളവരുടെ മുമ്പിൽ ഞാൻ ഒരിക്കലും തോറ്റുവരില്ല എന്ന് സാക്കുറ വിളിച്ചു പറയുന്നു. ഇതേസമയം സാക്കുറയെ ചവിട്ടാൻ വേണ്ടി നിന്ന ടോഗമി സാക്കുറയെ ചവിട്ടുന്നില്ല. നീ എന്തിനെ പറ്റിയായി പറയുന്നേ എന്ന് ചോദിക്കുവാണ് ടോഗമി. ഓ, ഇപ്പൊ എനിക്ക് മനസ്സിലായി.
നിങ്ങൾ രണ്ടുപേരും അന്ന് ആ ടണലിൽ എന്താ ചെയ്തോണ്ടിരുന്നേ? ഫ്യൂരിലെ ആളുകൾ എന്തിനാവശ്യമില്ലാതെ നമ്മുടെ ടെറിട്ടറിയുള്ളിലോട്ട് വന്നതെന്ന് ഞാൻ ആലോചിച്ചിരുന്നു. സോ നിങ്ങൾ അവിടെ എന്താ ചെയ്തോണ്ടിരുന്നേ എന്ന് ടോഗമി കാനമയുടെ ആരുമയുടെ അടുത്തോട്ട് ചെന്ന് ചോദിക്കുന്നു. പുതുതായി വന്ന ഒരു മിഡിൽ സ്കൂൾ പയ്യനെ ഞങ്ങൾ അവിടെ കണ്ടു. നമ്മൾ ആരാണെന്ന് അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കേട്ട് ടോഗമി ടെൻഷനായിട്ട് രണ്ടുപേരെ അവിടെ ഇട്ട് അടിക്കുവാണ്. രണ്ടുപേരുടെയും ബോധം പോകുന്നത് വരെ അവരടിക്കുന്നു. അവസാനം ഷിഷിട്ടോറിയനിലെ അവരുടെ ജാക്കറ്റ് ഊരി മാറ്റുവാണ് ടോഗമി. ഹേയ് ടോഗമി, എന്താ ഇത്ര ലൈറ്റ് ആവുന്നേ? പെട്ടെന്ന് എന്നെ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യ് എന്ന് വിളിച്ച് പറയുവാണ് ടോമിയാമ്മ. കുറച്ചു നേരം നിന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചതിൽ എന്നോട് ക്ഷമിക്കുക. ശരി, നമുക്കപ്പോ ഫൈറ്റ് കണ്ടിന്യൂ ചെയ്യാം അല്ലേ എന്ന് ടോഗമി അവനോട് ചോദിക്കുന്നു. സോ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അവര് താമസിക്കുന്ന സ്ഥലത്ത് വലിയൊരു ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആളുകൾ ശ്രദ്ധിക്കാത്തൊരു സ്ഥലത്ത് വെച്ച് ഷിഷിട്ടോറിയലിലെ ആളുകൾ ഒരുത്തനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ അവനാണെങ്കിൽ ഒറ്റയ്ക്ക് അവരെല്ലാവരെയും അടിച്ച് താഴെ ഇടുന്നു. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ടോഗമി ആയിരുന്നു. എല്ലാ ഷിഷിട്ടോറിയം മെമ്പേഴ്സിനെയും അടിച്ച് താഴെ ഇട്ട ടോഗമിയുടെ അടുത്തോട്ട് വീണ്ടും ഒരുപാട് പേർ വരുന്നു. പെട്ടെന്നാണ് അവനൊരു ശബ്ദം കേൾക്കുന്നത്. ഹേയ്, അടിപൊളിയായിട്ട് തന്നെ ചെയ്തല്ലോ, നീ ശരിക്കും സൂപ്പറാ. ഒറ്റയ്ക്ക് നിന്ന് അവരെ എല്ലാവരെയും അടിച്ച് താഴെ ഇട്ടല്ലേ? നീ ശരിക്കും വളരെയധികം സ്ട്രോങ് ആണ്. നിനക്ക് വിരോധമില്ലെങ്കിൽ ഷിഷിട്ടോറിയനിൽ വന്ന് ജോയിൻ ചെയ്യുവോ? ഞാനും ഇപ്പൊ പുതുതായിട്ട് ഈ ടീമിൽ ജോയിൻ ചെയ്താ. നീ കൂടെ ഉണ്ടെങ്കിൽ അത് ഒരുപാട് അധികം ഫണ്ണായിരിക്കും. വാ, ഞാൻ മറ്റുള്ളവരെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ടോമിയാമ്മ അവനെ വിളിച്ചുകൊണ്ട് പോകുന്നു. ഇങ്ങനെയാണ് ഞാൻ സൂജിയെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് എന്ന് ടോഗമി പറയുന്നു. ചോജിയും ടോഗമിയും ഈക്വൽ പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ആയതുകൊണ്ട് തന്നെ ഷിഷിട്ടോറിയൻ ഗാങ്ങിൽ അവർ രണ്ടുപേരും ഒറ്റക്കെട്ടായിരുന്നു. രണ്ടുപേരും എപ്പോഴും ഒരുമിച്ചായിരുന്നു നടക്കുന്നുണ്ടായിരുന്നത്. ഷിഷിട്ടോറിയൻ ഗാങ്ങിലിരിക്കുന്ന അവരെല്ലാവരും ഒരുപാട് എൻജോയ് ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഒരു ദിവസം ടോമിയാമ്മ എന്തൊക്കെയോ ആലോചിക്കുന്നത്. പെട്ടെന്ന് തന്നെ ടോഗമിയുടെ അടുത്തോട്ട് അവൻ ഓടി ചെല്ലുന്നു. ടോഗമി, ഡിവോഷൻ ഓഫ് പവർ എന്താണെന്ന് നിനക്കറിയോ? ഡേ ഒന്ന് പതുക്കെ, എനിക്ക് ചെവി കേക്കാം. നമ്മൾ നമ്മുടെ ലിമിറ്റ് എല്ലാം തന്നെ പുഷ് ചെയ്തിട്ട് വേണം ഫൈറ്റ് ചെയ്യാൻ. പവർ ആയിരിക്കും നമുക്ക് ഫ്രീഡം കൊണ്ടുവന്ന് തരുന്നത്. നമ്മൾ എത്രത്തോളം സ്ട്രോങ് ആണോ അത്രത്തോളം ഫ്രീ ആയിട്ട് നമുക്ക് നടക്കാം എന്ന് ചോജി അവനോട് പറയുന്നു. ആ രണ്ട് പുതിയ ആളുകളും വേറെ ലെവലാണ്. സിംഗ് ടെറിട്ടറിയുടെ ഉള്ളിൽ പോയിട്ട് അവരവരുടെ ആളുകളെ മൊത്തമായിട്ട് അടിച്ച് തോൽപ്പിച്ച് പുറത്തോട്ട് വന്നിരിക്കുന്നു എന്ന് ഷിഷിട്ടോറിയൽ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച ആ സിംഗിലെ ആളുകൾക്ക് ഞങ്ങൾ ഒരു പാഠം തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ ഷോജി അവരുടെ ബാനർ എടുത്തുകൊണ്ട് വരുവാണ്. അവരുടെ ടെറിട്ടറിയുടെ ഉള്ളിൽ പോയിട്ട് നീ അവരെ അടിച്ചുകൊണ്ട് തിരിച്ചു വന്നോ? നീ ശരിക്കും പവർഫുൾ ആണ് എന്ന് ഷിഷിട്ടോറിയലിലെ മറ്റു മെമ്പേഴ്സ് അവനോട് പറയുന്നു. ഞാൻ വളരെയധികം സ്ട്രോങ് ആണ്. സോ ഞാൻ വളരെയധികം ഫ്രീയുമാണ്. എന്റെ ഇഷ്ടം പോലെ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യും എന്ന് ഷോജി അവരോട് പറയുന്നു. ഈ ടീമിൽ ജോയിൻ ചെയ്ത ഉടനെ തന്നെ അവൻ പറഞ്ഞത് പവർ ഓഫ് ഡിവോഷനെ പറ്റിയാണ്. അവൻ വളരെയധികം സ്ട്രോങ് ആയിട്ടുള്ളവനാണ്. ഇവിടെ ഉള്ളതിലും വെച്ച് വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നതും അവൻ തന്നെയാണ്. ചോജി ഉള്ളത് കൊണ്ട് തന്നെ ചുറ്റിലുള്ള എല്ലാവരും വളരെയധികം ഫണ്ണായിട്ട് എൻജോയ് ചെയ്യുന്നു. ഡിവോഷൻ ഓഫ് പവറിന് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ അത് ഞാൻ സോജിയെ തന്നെ പറയും. അവനൊരു സൂര്യനെ പോലെയാണ്, എല്ലാവർക്കും വെളിച്ചം കൊടുക്കും. അവൻ ഈ ടീമിന്റെ ലീഡറായ അത് വളരെയധികം നന്നായിരിക്കും. സോജിയുടെ ലീഡർഷിപ്പില് ഈ ടീം മുന്നോട്ട് പോയാ അത് ഒരുപാടധികം നന്നായിരുന്നേനെ. അങ്ങനെയായിരുന്നു ആ ഒരു ദിവസം വരെ ഞാൻ ചിന്തിച്ചിരുന്നത് എന്ന് ടോഗമി പറയുന്നു. അങ്ങനെ സോജി ടൊമേമിയ ഷിഷിട്ടോറിയന്റെ ഗാങ് ലീഡറായി മാറി. അന്നത്തെ ദിവസം പുറത്ത് നല്ല മഴ പെയ്യാനുള്ള ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. സോജി, മഴ പെയ്യാൻ പോവാ, ഉള്ളിലോട്ട് വാ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ടോഗമി അവനോട് ചോദിക്കുന്നു. ടോഗമി, ഉള്ളതിലും വെച്ച് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളവനല്ലേ ഏറ്റവും ഫ്രീഡം ഉള്ളവൻ. ഞാനിപ്പോ ഈ ഗാങ്ങിന്റെ ലീഡറായിട്ട് മാറി. പക്ഷെ എനിക്കതൊരു ഫണ്ണായിട്ടും ഫ്രീഡം ആയിട്ടും തോന്നുന്നില്ലല്ലോ. ഒരു പക്ഷെ നമ്മുടെ ഗ്യാങ്ങിലുള്ള എല്ലാവരെയും എന്നെ പോലെ സ്ട്രോങ് ആയിട്ട് മാറ്റിയാലോ? നീ എല്ലാവർക്കും ട്രെയിനിങ് കൊടുക്കാൻ പോവാണോ? അതെന്തായാലും നല്ല കാര്യമാ എന്ന് ടോഗമി അവനോട് പറയുന്നു. അപ്പോഴാണ് ടോഗമി സിംഗിൾ ആളുകൾ വീണ്ടും നമ്മുടെ പിള്ളേരുടെ മേത്ത് കൈവച്ചു എന്ന് പറഞ്ഞ് ഷിഷിട്ടോറിലെ 3 പേർ അങ്ങോട്ട് ഓടി വരുന്നു. ഈ സിംഗ് വീണ്ടും തുടങ്ങിയോ? സോജി വാ, നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അവനെ വിളിക്കുന്ന സമയത്ത് ചാടി വന്ന സോജി അടി മേടിച്ചിട്ട് വന്ന ഷിഷിട്ടോറിലെ ആ മെമ്പറെ തന്നെ അടിച്ച് താഴെ ഇടുന്നു. എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ മുമ്പിലോട്ട് അടി മേടിച്ച് വന്ന് നിൽക്കും. നിന്നെ പോലെ വീക്കായിട്ടുള്ളവന് ഈ ഷിഷിട്ടോറിയനില് ഒരു സ്ഥാനവുമില്ല. ഇവനെ പോലെ വീക്കായിട്ടുള്ളവൻ കാരണം ഒരിക്കലും ഷിഷിട്ടോറിയൻ സ്ട്രോങ് ആയിട്ട് മാറില്ല. അതുകൊണ്ടാണ് ഇത് ഫണ്ണായിട്ടും ഫ്രീ ആയിട്ടും എനിക്ക് തോന്നാത്തത് എന്ന് പറഞ്ഞ സോജി അവന്റെ ജാക്കറ്റ് വലിച്ചു വരുന്നു. ഞാൻ പറഞ്ഞത് ശരിയല്ലേ ടോഗമി എന്ന് പറഞ്ഞ സോജി അവന്റെ മുഖത്തോട്ട് നോക്കുന്നു. എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ? ഞാനല്ലേ ഉള്ളതിലും വെച്ച് ഏറ്റവും സ്ട്രോങ്. ഈ ടീമിന്റെ ലീഡറും ഞാൻ തന്നെയാണ്. അപ്പോ ഞാനല്ലേ ഇതൊക്കെ തീരുമാനിക്കണ്ടേ? ഞാൻ ചെയ്യുന്നതും ഞാൻ പറയുന്നതും നിനക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതിൽ നിന്നും പുറത്തു പോകോ എന്ന് സോജി ടോഗമിയോട് പറയുന്നു. ശരി, വീക്കായിട്ടുള്ളവരെ കണ്ടുപിടിച്ച് ഷിഷിട്ടോറിയിൽ നിന്ന് ഒഴിവാക്കുന്ന കാര്യം ഇനി ഞാൻ ഏറ്റു. നീ എപ്പോഴത്തെയും പോലെ മറ്റുള്ളവരുടെ കൂടെ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക എന്ന് ടോഗമി അവനോട് പറയുന്നു. സോ നമ്മൾ ഇതുവരെ വിചാരിച്ചത് ടോഗമിയാണ് വില്ലൻ എന്നല്ലേ? എന്നാൽ യഥാർത്ഥ വില്ലൻ ആരാണെന്ന് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അവന്റെ ടീമിലുള്ളവരെ വീക്കാണെന്ന് പറഞ്ഞ് ഒഴിവാക്കുന്നത് അവനൊട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ്. തീർച്ചയായിട്ടും ഒരു ദിവസം നിന്റെ മനസ്സ് മാറും സൂചി എന്ന് പറയാണ് ടോഗമി. സോ വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. സാക്കുറയുടെ കൂടെ ടോഗമി ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ അടിയും അവൻ നേരിട്ട് വാങ്ങുവാണ് ചെയ്യുന്നത്. നിനക്ക് എന്ത് പറ്റി?
എന്താ നീ തിരിച്ചടിക്കാൻ ശ്രമിക്കാത്തെ? നീ ഇനി എന്ത് ചെയ്യാനാ നിന്റെ ഉദ്ദേശം എന്ന് സാക്കുറ അവനോട് ചോദിക്കുന്നു. അടിമേടിക്കുന്ന ടോജിമിയെ നോക്കിക്കൊണ്ട് ജോജി അവിടെ ഇരിക്കുന്നുണ്ട്. അവനെ നോക്കിക്കൊണ്ട് ഞാൻ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കും സത്യമായിട്ടും അറിയില്ല എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുകയാണ് ടോഗമി. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ടോഗമിയുടെ യഥാർത്ഥ പേര് ജോ ടോഗമി എന്നാണ്. ടോമിയാമയുടെ യഥാർത്ഥ പേര് ജോജി ടോമിയാമ എന്നുമാണ്. പേര് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നോണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. എന്തായാലും ഇപ്പൊ സാക്കുറയുടെയും ടോഗമിയുടെയും ഫൈറ്റ് അവസാനിച്ചിട്ടില്ല. ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാതെ വരയ്ക്കും. ബൈ.